മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. നാൻസി അല്ലേ? പ്ലീസ് കം. മേ ഐ കം ഇൻ സർ? യെസ്. ലെറ്റർ ഒന്നും എഴുതിയെടുക്കാനല്ല ഞാൻ നാൻസിയെ വിളിച്ചത്. കടന്നു വരുമ്പോ കൺകോണിൽ ഞാൻ കണ്ടു നാൻസിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വേഷവിധാനങ്ങൾ. അപ്പൊ അടുത്ത് കാണണമെന്ന് തോന്നി. ഇത് ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ള വേഷമാണല്ലോ സർ. ആണോ? എന്തായാലും നാൻസി സുന്ദരിയായിരിക്കുന്നു. താങ്ക് യു സർ. എങ്കിൽ ഞാൻ പോയിക്കോട്ടെ സർ. നിൽക്കൂ. പിന്നെ ഈ കൈകളിൽ 5-6 സ്വർണ്ണവളകൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സാറിന് എന്താ വേണ്ടത്? അല്ല, ഞാൻ ചായ മേടിക്കാൻ വേണ്ടി പുറത്തു പോവുകയാണ്. അത് മാത്രം മതിയോ? നോക്കിയത് അകത്ത് കയറാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലടോ. അത് 2 കയ്യിലും ഫ്ലാസ്ക് ഇരിക്കുന്നത് കൊണ്ട് നോക്ക് ചെയ്യാൻ. അതുമല്ല, ഇത് ഓപ്പറേഷൻ തിയേറ്റർ ഒന്നും അല്ലല്ലോ സാർ. താങ്ക് യു സാർ. MD-ക്ക് ചായ വേണ്ടത്രേ. ഇവിടെ ചായയും പരിപ്പോടെ അല്ലേ? പിന്നെ പരിപ്പോടെ മേടിച്ചോണ്ട് വരുമ്പോ ഉഴുന്നോടെ മതിയെന്ന് പറയാം. എന്നോട് ഞാൻ പരിപ്പോടെയും പറഞ്ഞില്ല, ഉഴുന്നോടെയും പറഞ്ഞില്ല. ഒരേ ഒരു കാപ്പി. കംപ്ലീറ്റ് തെറ്റിയോ? ഇവിടെ ചായയും പരിപ്പോടെ. ഇവിടെ ഒന്നും വേണ്ട. ഇവിടെ പരിപ്പോടെയും പഴവും. പോസ്റ്റ് ചെയ്യാനുള്ള ലെറ്റേഴ്സ് മറക്കണ്ട കേട്ടോ. മറക്കില്ല. പക്ഷെ അത് പറയാൻ പ്യൂൺ എന്ന് വിളിക്കണമെന്നില്ല. പേര് വിളിക്കാം, രാജേന്ദ്രൻ. ഇത് സോഷ്യലിസ്റ്റ് യുഗമാണല്ലോ, 20-ാം നൂറ്റാണ്ട്. ഈ നൂറ്റാണ്ടിനെ വലിച്ചഴച്ച് മനുസ്മൃതിയുടെ കാലത്തേക്ക് കൊണ്ടുപോകരുത്. തെറ്റാണ്. കിടന്ന് പ്രസംഗിക്കാതെ പോയി ചായ മേടിച്ചോണ്ട് പോടും. ഞാനൊരു MA കാരനാണ്. BA കാരുടെ കാലം. MD അറിയാലോ, പ്രലോഭനങ്ങളിൽ വീഴാതിരുന്നാൽ കുട്ടിക്ക് കൊള്ളാം. ഇന്നത്തെ പോലെ എപ്പോഴും കുട്ടിയെ രക്ഷിക്കാൻ ഈ രാജേട്ടന് കഴിഞ്ഞെന്ന് വരില്ല. താൻ തന്നെ പാട് നോക്കി പോകുന്നുണ്ടോ? ഒരു രാജേട്ടൻ. പിന്നെ കണ്ണീരും കൈയുമായി നടക്കുമ്പോ ഈ രാജേട്ടനെ കാണൂ. ഉടനടി ഒരു പ്രൊമോഷൻ ഒപ്പിച്ചു തന്നില്ലെങ്കിൽ ഞാനൊരു നെക്സലേറ്റ് ആയി പോകുമോന്ന് സംശയമുണ്ട്. ഇവിടെ ഉച്ചനീചത്വം ഭയങ്കരമാണ്. എങ്കിൽ പിന്നെ ഈ ജോലി അങ്ങ് രാജിവെക്കുന്നതല്ലേ ഉചിതം. ചായയും ഏത്തപ്പഴവും അല്ലേ പറഞ്ഞത്? കൊണ്ടുവരാം. രക്ഷിക്കണോ? ആ കാലമണം വരുന്നുണ്ട് എന്റെ അമ്മാവൻ. ഇന്നത്തോടെല്ലാം തീരുന്ന ലക്ഷണമോ? എന്താ? അല്ല, ഞാൻ ചുമ്മാ ആർക്കും വലിഞ്ഞു കയറി വരാനുള്ളതല്ല ഈ ഓഫീസ്. ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു എക്സ്പോർട്ട് കമ്പനിയാണ്. ഫോൺ ചെയ്തോ കത്തെഴുതിയോ അനുവാദം ചോദിച്ചിട്ട് ഇതിനകത്ത് കാലെടുത്ത് കുത്താൻ പറ്റുമോ? മനസ്സിലായോ? എന്നെ മനസ്സിലായോ? ഞാൻ പറയുന്നത് ആദ്യം മനസ്സിലാക്കൂ. യു ക്യാൻ ഗോ എന്ന് വെച്ചാൽ താങ്കൾക്ക് തൽക്കാലം പോകാം. പോയില്ലെങ്കിലോ അറസ്റ്റ് ചെയ്യൂ. ഞാനേ ഇവിടെ കക്കാനും മോഷ്ടിക്കാനൊന്നും വന്നതല്ല, ആ കള്ള ചെകുത്താനെ കാണാൻ വന്നതാ. എന്നെ കണ്ടപ്പോ ഓടിയത് അവനാണെന്ന് എനിക്ക് സംശയമുണ്ട്. മാനേജർ രാജേന്ദ്രൻ സാറിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇപ്പൊ ഇവിടെ ഇല്ല. കോയമ്പത്തൂരിൽ ഒരു കോൺഫറൻസിന് പോയിരിക്കുകയാണ്. നാളെ വരും. അതല്ല, ഇന്ന് തന്നെ കാണണം നിർബന്ധമുണ്ടെങ്കിൽ 10:30 കോയമ്പത്തൂർക്ക് ഒരു തീവണ്ടി ഉണ്ട്. അതിൽ കയറി പോവാം. 1:30 ഒരു ഫ്ലൈറ്റ് ഉണ്ട്, അതിലും കയറാം. എന്തു പറയുന്നു? ഒന്നും പറയണില്ല. എന്നാലും ഒരു ചെറിയ കാര്യം പറയണമെന്ന് ആഗ്രഹമുണ്ട് താനും. പറഞ്ഞോളൂ. ഇതിപ്പോ നിങ്ങളെ സ്ഥലമായി പോയില്ലേ? ഇതിനകത്ത് കയറി അവന് തപ്പാൻ നിവൃത്തില്ലാത്തോണ്ട് തൽക്കാലം ഞാൻ പോണു. അവൻ കോയമ്പത്തൂരോ റഷ്യയിലോ എവിടെ പണിയും പോട്ടെ, എന്റെ വീട്ടുമുറ്റത്ത് മാത്രം അവനെ കാണരുത്. എന്തായി? ഏറ്റില്ല. അയ്യോ, നീ വേഷത്തിൽ ഓടിയത് അയാൾ കണ്ടമട്ടുണ്ട്. അപ്പോ ചതിച്ചോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഒന്നേ ചെയ്യാനുള്ളൂ. എന്താ? നീ ആ പെണ്ണിനെ അങ്ങ് മറന്നാളാ. അങ്ങനെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ ആഫീസിൽ വേറെ ആരോടെങ്കിലും ചോദിച്ചുകൂടായിരുന്നോ? അത് ശരിയാ, ആ ബുദ്ധി എനിക്ക് പോയില്ല. പക്ഷെ ശാരദേ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. ഫ്ലാസ്ക് എടുത്തോണ്ട് പടിയിറങ്ങി വന്നത് അവൻ തന്നെയാ, ഒരു സംശയമില്ല. എനിക്കൊട്ടും വിശ്വാസമില്ല. MA വരെ പഠിച്ച ഒരുത്തൻ പിയൂണായിട്ട് ജോലി ചെയ്യേ. നിങ്ങക്ക് ആള് തെറ്റിയതാ. അല്ലെങ്കിൽ രാജേട്ടൻ നുണ പറയുന്ന കൂട്ടത്തിലല്ലെന്നേ. കേറിപ്പിടികത്ത് ആണുങ്ങൾ സംസാരിക്കുന്നത് തിരക്കേണ്ട കാര്യം. ഞാൻ പെണ്ണാ. ഓ, എനിക്കത് അറിയില്ലായിരുന്നു. ഓടി
ഞങ്ങളുടെ തറവാട്ടുകാർ ഇന്ന് വരെ ആരെയും കബളിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോഴും സംശയം ഉണ്ടെങ്കിൽ അവന്റെ ആഫീസിൽ ഒന്നും കൂടി പോവാം. നിങ്ങൾ തനിച്ചല്ല, ഞാൻ കൂടി വരാം. സത്യം എന്താണെന്നൊന്നും അറിയണമല്ലോ. അതറിയാനൊന്നും ഇല്ലടി. നിനക്ക് അവനെ പ്യൂണായിട്ട് നേരിട്ട് കാണണമെങ്കിൽ നമുക്ക് പോവാം. അടുത്ത തിങ്കളാഴ്ച ആയിക്കോട്ടെ. എന്താ? ഓ ശരി. ആ. കോയമ്പത്തൂർ ഭയങ്കര വെള്ളപ്പൊക്കം. പാലക്കാട്ട് വണ്ടികളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുക. കോൺഫറൻസ് നടന്നില്ല. ഓഫീസിലെത്തിയപ്പോ അമ്മാവൻ വന്നെന്ന് പറഞ്ഞു. എന്താ വിശേഷം അമ്മാവ? ഫ്ലാസ്കും എടുത്ത് ചായ വാങ്ങിക്കാൻ പോകുമ്പോ എന്നെ കണ്ടോടി. അത് നീയായിരുന്നില്ല എന്ന് ഒന്നുകൂടെ ബോധ്യപ്പെടുത്താൻ ഇങ്ങോട്ട് പോന്നു. അതല്ലേ ശരി? ഫ്ലാസ്കോ? ഓടിയെന്നോ? അമ്മാവൻ എന്തൊക്കെയായി പറയുന്നത്? അമ്മാവ, സത്യത്തിന്റെ മുഖം സ്വർണ്ണപാത്രം കൊണ്ട് ഒരിക്കലും മൂടി വെക്കാൻ കഴിയില്ല. ഇതേത് നാടകത്തിലെ ഡയലോഗാ? നിങ്ങൾ എന്തിനാ വെറുതെ തർക്കിക്കാൻ നിൽക്കുന്നേ? നമ്മൾ എന്തായാലും തിങ്കളാഴ്ച അങ്ങോട്ട്. തീടൊന്നേ. എങ്ങോട്ടാ? അമ്മാവൻ എന്നെ വിളിച്ചില്ലേ? വിളിച്ചില്ല. എന്താ? നീ എന്ത് മരമണ്ടിയാ? ആ. നമ്മൾ തിങ്കളാഴ്ച ഓഫീസിൽ ചെല്ലുമെന്ന് പറഞ്ഞാൽ അവൻ അന്നും കോയമ്പത്തൂർക്ക് പോകും. അപ്പൊ പ്യൂൺ വേഷത്തിൽ നിനക്ക് അവനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അക്കാര്യം മിണ്ടിപ്പോവരുത്. മിണ്ടിപ്പോവരുത്. കേട്ടോ രാജേന്ദ്ര, തിങ്കളാഴ്ച ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ കാണും. അപ്പൊ ഞാൻ തിങ്കളാഴ്ച വരാല്ലേ? എന്തിന്? നിങ്ങൾ ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി അന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമെന്ന്. എന്ത് തീരുമാനം? എന്റെയും രാധികയുടെയും കാര്യത്തിൽ. ഇറങ്ങടാ വീട്ടിൽ നിന്ന്. ഇറങ്ങാൻ. ഏയ്, നിങ്ങൾ എന്താ ഈ പറയുന്നത്? സാധാരണ സിനിമയിലും നാടകത്തിലും ഒക്കെ ഇത്തരം ദുഷ്ട കഥാപാത്രങ്ങൾ അവസാനം പാമ്പ് കടിച്ചോ ലോറി കയറിയോ മരിക്കും. അങ്ങനെ ഒരു ദുരന്തം എന്റെ അമ്മാവനുണ്ടാവരുമെന്നാണ് എന്റെ ആഗ്രഹം. ഇടിച്ചു നിന്നെ ഞാൻ. മേലാൽ ഈ വീട്ടുമുറ്റത്ത് കയറിപ്പോയാൽ നിന്നെ ഞാൻ കൂലിക്ക് ആളെ വെച്ച് പിന്നെ തല്ലിപ്പിക്കാം. കൂലി ഞാൻ ആളെ കൊണ്ടുവരാം. ഇങ്ങോട്ട് വരാൻ നിങ്ങൾക്ക് അയ്യോ, രണ്ട് എന്താ? കുട്ടിക്ക് പറയാൻ. എന്താ ഇത്? ഓ, പിന്നെ തല്ലും. എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ. രാജേട്ടാ ഒന്ന് നിന്നേ. നീയായിരുന്നു. ഞാൻ വിചാരിച്ചു നിന്റെ അച്ഛൻ എന്നെ തല്ലാൻ വരുമായിരിക്കും. അതാണ് ഓടിയത്. കൊള്ളാം, വലിയ ധൈര്യശാലി. ഇത് ധൈര്യത്തിന്റെ പ്രശ്നമൊന്നുമല്ല. ഒരു സംഘർഷാവസ്ഥ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ വന്ന ഏതായാലും നന്നായി. അന്ന് അമ്പലത്തിൽ വെച്ച് നടന്നില്ല. അതിപ്പോഴും ചുണ്ടി തന്നെ നിൽക്കുക. അതങ്ങ് തന്നേക്കാം. ഈ തോന്നിയത്തിന് മാത്രം ഒരു കുറവുമില്ല. എന്നാൽ ഒരു മയമില്ലാത്ത തള്ളായിപ്പോയി. എന്നോട് നീ സത്യം പറ രാജേട്ടാ. രാജേട്ടിന് ശരിക്കും എന്താ അവിടെ ജോലി? അത് ശരി. ഇപ്പോഴും നിന്റെ സംശയം തീർന്നിട്ടില്ലല്ലേ? എനിക്കല്ല സംശയം. ഈ കള്ളനും പോലീസും കളി എത്ര നാളത്തേക്കാ? അച്ഛൻ പറയുന്നു പ്യൂൺ വേഷത്തിൽ രാജേട്ടനെ കണ്ടെന്ന്. രാജേട്ടൻ പറയുന്നു മാനേജറാണെന്ന്. തിങ്കളാഴ്ച അച്ഛനും അമ്മയും വരുന്നുണ്ട് ഓഫീസിൽ ഒന്നുകൂടി തെളിവെടുക്കാൻ. അയ്യോ, എന്തേ? ഉറുമ്പ് കടിച്ച്. ഓ, ഈ പറമ്പിലൊക്കെ കുറച്ച് ഡീഡിയിട്ട് വിതറിയ എന്താ? സർവത്ര ഉറുമ്പാ. തന്റെ എന്നുള്ള എന്ന് വരുന്നെന്നാ പറഞ്ഞത്? ഒരു വട്ടം പറഞ്ഞില്ലേ? ഇതിന്റെ ഇടയിൽ കിടന്ന് ഞാനാ വിഷമിക്കുന്നത്. രാധികേ, ഈ കിഴവനെ കൊന്നിട്ട് ജയിലിൽ പോവാം. അതേ നടക്കൂ. നിന്റേതെന്ന് അവകാശപ്പെടാൻ ഞാൻ വാടക കൊടുക്കുന്ന ഈ വീട്ടിൽ എന്തൊക്കെയാ ഉള്ളത്? മനസ്സിലായില്ല. സോപ്പില്ല, പൗഡർ ഇല്ല, ടൂത്ത് പേസ്റ്റ് ഇല്ല, 4-5 കീറ ഷർട്ടും പാൻസും, ആകെയുള്ള ഒരു അണ്ടർവെയറും, പിന്നെ ഒരു പറഞ്ഞ ബാഗും. ഈ സാധനങ്ങളൊക്കെ ആ ബാഗിൽ ഇട്ടോണ്ട് നീ പെട്ടെന്ന് സ്ഥലം വിട്ടോ. നിന്നെ ഇനി സഹായിക്കാൻ എന്നെ കിട്ടില്ല. അപ്പുക്കുട്ട, എല്ലാം അറിയാവുന്ന നീ എന്നെ തടയരുത്. തിങ്കളാഴ്ച ഒരേ ഒരു മണിക്കൂറല്ലേ ഉള്ളൂ. ട്രാൻസ്ഫർ ആയി പോയ മാനേജറുടെ ക്യാബിൻ ഒഴിഞ്ഞും കിടക്കുന്നു. കിടക്കട്ടെ. അമ്മാവനും അമ്മായും വന്നു പോകുന്നവരെ മാത്രം. മാനേജറായിട്ട് എനിക്ക് ചുമ്മാ ക്യാബിനിലൊന്ന് ഇരിക്കാൻ കഴിഞ്ഞാൽ ഈ കല്യാണം നടക്കും. പറ്റില്ല. ഇനി നിന്റെ ഒരു കേസും ഞാൻ ഏറ്റെടുക്കില്ല. ഉത്സവത്തിനെന്നും പറഞ്ഞ് നീ എന്നെ നിന്റെ നാട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? 120 രൂപയുടെ ഒരു പുതിയ ചെരുപ്പ് പോയി. നല്ലതുപോലെ അടിയും കിട്ടി. MD-യോട് ഇനി നിന്റെ കാര്യം പറഞ്ഞാൽ എന്റെ ജോലി പോകും. ഒന്നാമത് അയാൾക്ക് നിന്നെ ഇഷ്ടമല്ല. പക്ഷെ നിന്നെ ഇഷ്ടമാണല്ലോ. നീ ഒരു വട്ടം കൂടി ബ്ലാക്ക് മെയിൽ ചെയ്താൽ അയാൾ കേൾക്കും, എനിക്ക് ഉറപ്പാ. ഈ നുണയെല്ലാം പറഞ്ഞു കൂട്ടിയതും അമ്പലത്തിൽ വെച്ച് അടി കൊണ്ടതും എല്ലാം ഈ ഒരു കാര്യം നടക്കാൻ വേണ്ടി മാത്രമല്ലേ അപ്പുക്കുട്ട? ഈ സന്നിഗ്ധ ഘട്ടത്തിൽ മറ്റാർക്ക് എന്നെ സഹായിക്കാൻ പറ്റും? എനിക്കിത് കൊണ്ടുള്ള ലാഭം? ഒരാത്മ സുഹൃത്തിനെ സഹായിച്ചു എന്നുള്ള സംതൃപ്തിയോടെ നിനക്ക് മരിച്ചൂടെ? ഹോട്ടൽ ഇന്റർനാഷണലിൽ ഒരു ന്യൂ ഇയർ പാർട്ടി നടക്കുന്നു. ഞാൻ അന്ന് അടിച്ചിരുന്നു. ഒരു മൂലയിൽ തനിച്ചു നിൽക്കുകയായിരുന്ന സുന്ദരിയായ സ്ത്രീയുമായി ഞാൻ ഒന്ന് സല്ലപിക്കാൻ ശ്രമിച്ചു. യു ലുക്ക് ലൈക്ക് മൊണാലിസ, ഐ ലവ് യു എന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോ പുറയുന്ന ഒരാൾ എന്നെ പിടിച്ച് പതുക്കെ ബാത്റൂമിൽ കൊണ്ടുപോയി 1-2 ഇടി ഇടിച്ചു. അത് അവരുടെ ഭർത്താവ് പോലീസ് സൂപ്രണ്ടായിരുന്നു. തന്റെ നല്ല കാലത്ത് താനത് കണ്ടു. അത് നാട്ടിൽ പാട്ടാകാതിരിക്കാൻ ഞാൻ തനിക്ക് ഒരുപാട് ഫേവറുകൾ ചെയ്തു. ഇനി അത് പറ്റില്ല. നോ മോർ ബ്ലാക്ക് മെയിലിംഗ് മിസ്റ്റർ അപ്പുക്കുട്ടൻ. ഗെറ്റ് ഔട്ട്. സാർ എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. അല്ലല്ലോ, ഈ യൂസേഴ്സിന് ഞാൻ ഈ പിയൂൺ ജോലി എടുക്കാൻ കാരണം എന്താ?
ഇതേ പ്രശ്നം പറഞ്ഞുള്ളത് എന്റെ ബ്ലാക്ക് മെയിലിംഗ്. ഇനി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ഓ എനിക്ക് തല്ല് കിട്ടുകാരെന്താ മൈക്ക് വെച്ച് വിളിച്ചു പോയാൽ ഒരിക്കലും ചുക്കുകളോ പ്യൂണിനെ പിടിച്ച് മാനേരാക്കുക, എന്നിട്ട് പിടിച്ച് ക്യാബിലെടുത്തുക, നിന്ന നാടാക്കാൻ പറ്റിയോ? ഒരേ ഒരു ദിവസത്തേക്കല്ലേ സാർ? നോ, അങ്ങനെ നുണ പറഞ്ഞ ഇടിയേറ്റ് ഇപ്പൊ പെണ്ണ് കിട്ടണ്ട. ഞാൻ നാൻസിയുമായി എന്തെങ്കിലും സംസാരിക്കാൻ നോക്കിയാ അപ്പ അവൻ കയറി വരും. പെർമനന്റ് ന്യൂസൻസ്. അവനെ പിരിച്ചുവിടുന്ന കാര്യം ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. അപ്പോഴാ പഴയ ഹേമമാലിനി. എന്താ അഭിനയം തുടങ്ങിയ കാലത്തുള്ള ഹേമമാലിനിയെ സാറിന് ഓർമ്മയില്ലേ? ഉണ്ടെങ്കിൽ ആ ശരീര വടിവ് ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനാ? ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കണം സാർ. ആലോചിച്ചു നോക്കി. എന്ത് തോന്നുന്നു? എന്ത് തോന്നാൻ? ഒന്നും തോന്നില്ലേ? അങ്ങ് ബോംബെ കിടക്കുന്ന ഹേമമാലിനിയെ ഞാൻ ഇവിടെ നിന്ന് ആലോചിച്ചിട്ട് എന്താണ് കാര്യം? ശരിയാണ്. പക്ഷെ അതേപോലൊരു ഹേമമാലിനി ഈ അടുത്തൊക്കെ തന്നെ ഉണ്ടെങ്കിൽ? ആരാത്? രാജേന്ദ്രൻ കെട്ടാൻ പോകുന്ന പെണ്ണ്. അതിപ്പോ എങ്ങനെ? ഒരു നിമിഷം ആ കുട്ടിയുടെ കണ്ണിൽ നോക്കിയാൽ സാറ് ദഹിച്ചു പോകും. സൗന്ദര്യത്തിന്റെ തീക്കനൽ. അതാണ് ആ കുട്ടി. ചുമ്മാ ഒന്നോണ പറയാടോ. ഞാനെന്തിനു നുണ പറയണം സാർ? അങ്ങനെ ഒരു പെണ്ണ് ഇങ്ങനെ ഒരു കോന്തനെ എന്തിനു കെട്ടണം? അവൾക്ക് ആരെങ്കിലും ഒന്ന് കെട്ടണ്ടേ സാർ? എങ്കിലും അവളെ ഞാനും കെട്ടിയാലോ? ഒരു ചായ കുടിക്കാൻ ആരെങ്കിലും ചായത്തോട്ടം വാങ്ങുമോ സാർ? എന്ന് വെച്ചാൽ അവളെ രാജേന്ദ്രൻ കെട്ടുന്നതും സാറ് കെട്ടുന്നതും ഒക്കെ ഒരുപോലെ തന്നെ. കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ രാധികയെ ഞാൻ കെട്ടുന്നതും എം ഡി കെട്ടുന്നതും ഒരുപോലെയാണെന്ന് പറഞ്ഞത് എന്തർത്ഥത്തില്? അത് അപ്പ തോന്നിയ ഒരു ബുദ്ധിയാ. ബുദ്ധിയല്ല, തെമ്മാടിത്തരം. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുള്ളത് മാർഗം എത്തിരി മോശമായാലും ലക്ഷ്യം നന്നായാൽ മതിയെന്നാ. ടോൾസ്റ്റോയ് അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ലെന്ന് ടോൾസ്റ്റോയ് എന്നോട് പറഞ്ഞ. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നിനക്കെന്താ ചെയ്തം? കല്യാണം കഴിഞ്ഞാൽ നീ നിന്റെ ഭാര്യയെ ഏരിയയിലേക്ക് കൊണ്ടുവരണ്ട. പ്രശ്നം തീർന്നില്ലേ? അത് ഞാൻ കൊണ്ടുവരില്ല. എന്നാലും നിനക്കങ്ങനെ പറയാൻ തോന്നിയല്ലോടാ. എനിക്ക് തോന്നി പറഞ്ഞു. നിന്റെ കുറ്റപ്പെടുത്തൽ കേട്ടാ തോന്നും ഇതൊക്കെ എന്റെ ആവശ്യമാണെന്ന്. നീ നിന്റെ പാട് നോക്കി പോടാ ചക്കാൻ. ഇതെന്താ ഫാൻസി ഡ്രസ്സോ? എല്ലാം പെട്ടെന്നായിരുന്നു. ഇന്നലെ വരെ പ്യൂണായിരുന്ന രാജേന്ദ്രൻ ഇന്ന് ഒറ്റയടിക്ക് മാനേജരായി മാറിയിരിക്കുന്നു. പക്ഷെ എം എക്കാരനായ രാജേന്ദ്രൻ ഈ പോസ്റ്റ് ഡിസേർവ് ചെയ്യുന്ന ആള് തന്നെയാണ്. ഒരപേക്ഷയുള്ളൂ. ഇനി എന്നെ കാണുമ്പോ പഴയതുപോലെ ചായ വേണം, പരിപ്പോട വേണം എന്നൊന്നും പറഞ്ഞേക്കരുത്. വാങ്ങിച്ചേരാൻ വിഷമമുണ്ടായിട്ടല്ല. ഒഫീഷ്യൽ ഡ്യൂട്ടിക്കിടയിൽ അത് ബുദ്ധിമുട്ടാവും. അനുഗ്രഹിക്കുക, സഹകരിക്കുക. മാനേജറുടെ AC ക്യാബിനിലേക്ക് പോകാൻ എന്നെ അനുവദിക്കുക. MD യുടെ അനുഗ്രഹം. ഓ, ദാറ്റ്സ് റൈറ്റ്. യെസ്. ഇതെന്തൊരു മായ. താക്കാപിടുത്തം. അതിൽ മാത്രമായിട്ട് MD വീഴുകയല്ല, അങ്ങേര് വീഴുന്ന വേറെ ചില കാര്യങ്ങളുണ്ടല്ലോ, അത് വല്ലതും ആയിരിക്കും. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അല്ല, താൻ ആളാകെ അങ്ങ് മാറിയല്ലോ. എല്ലാം സാറിന്റെ കടാക്ഷം. ഈ നന്ദി എന്നും കാണിക്കണം അല്ലേ മിസ്റ്റർ അപ്പുക്കുട്ടൻ? നന്ദിയുടെ കാര്യത്തിൽ രാജേന്ദ്രനും പട്ടികളും ഒരുപോലെയാണ് സാർ. വാലില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മിസ്റ്റർ രാജേന്ദ്രൻ, ആശ്രിത വത്സലനാണ് ഞാൻ. ഭഗവാൻ കൃഷ്ണനെ പോലെ പ്രസാദിച്ചാൽ എല്ലാം ഞാൻ കൊടുക്കും. കൂട്ടത്തിൽ കൃഷ്ണന്റെ ചില കുസൃതികളും എനിക്കുണ്ടെന്ന് കൂട്ടിക്കോളൂ. അല്ലേ മിസ്റ്റർ അപ്പുക്കുട്ടൻ? ചിലപ്പോ ഈ പോസ്റ്റ് ഞാൻ പെർമനന്റ് ആക്കും. ജോലി തുടങ്ങിക്കോളൂ. താങ്ക് യു സർ. അപ്പുക്കുട്ടൻ നിൽക്കൂ. എന്താ സാർ? അപ്പുക്കുട്ടനോടല്ലാതെ ഞാനിത് ആരോട് പറയും? എന്തോ മുമ്പെങ്ങും ഇല്ലാത്തൊരു പരവേശം എന്നെ പിടികൂടിയിരിക്കുന്നു. നേരെ പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അജ്ഞാതയായ ആ സുന്ദരി എന്റെ നെഞ്ചിൽ കയറി നൃത്തം ചെയ്യുകയാണ്. ശരിയായിരിക്കും, ആ കുട്ടി ഭരതനാട്യം പഠിച്ചതാണ്. Is it? എന്നാലും ആ നെഞ്ചി കയറിയുള്ള നൃത്തം ചെയ്തോട്ടെ അപ്പുക്കുട്ട, അതൊരു സുഖമല്ലേ? അതൊരു സുഖമാണ്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ സാർ. പിന്നെ ആ പെൺകുട്ടിയുടെ പേരൻസ് വരുമ്പോ എന്നെ ഒന്ന് വിളിക്കണം, ഒന്ന് പരിചയപ്പെടണം. അത് മറ്റൊരു സുഖാണല്ലോ അല്ലേ? അതാണ് സാർ ശരിക്കുള്ള സുഖം. വിളിക്കാം സാർ. അമ്മാവൻ, അമ്മാവൻ.
അതെ, ഈ കുന്നുംപുറത്തെ രാജേന്ദ്രൻ. കെ പി രാജേന്ദ്രൻ. മാനേജർ രാജേന്ദ്ര സാറല്ലേ? അദ്ദേഹം ദാ ഈ AC മുറിയിലുണ്ട്. അങ്ങോട്ട് വന്നാട്ടെ. വരൂ വരൂ. ആ കപ്പലിൽ ലണ്ടനിലോട്ട് വിട്. മറ്റേ കപ്പൽ അമേരിക്കയിൽ തന്നെ നിക്കട്ടെ. ഞാൻ പറഞ്ഞിട്ട് വിട്ടാ മതി. എന്ത്? അതുപോരാ, 27 കോടി രൂപയിൽ ഒരു ചില്ലിക്കാശ് ഞാൻ കുറയ്ക്കൂല. അയ്യോ, ആ ജപ്പാൻകാരോട് അവിടെ അടങ്ങിയിരിക്കാൻ പറ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കൺസൈൻമെന്റ് ഡെസ്പാച്ച് ചെയ്താൽ പിന്നെ എന്തുകൊണ്ട് അത് പുട്ടപ്പ് ചെയ്തുകൂടാ? ഫോർവേഡിംഗ് തീരുമാനിക്കുന്നത് ഞാനാണ്. എന്ത്? MD യോ? ഈ വിഷയത്തിൽ MD വെറും വിഡ്ഢിയാണെന്ന് അറിഞ്ഞൂടെ? ഈ ഓഫീസ് ഭരിക്കുന്നത് ഞാനാണോ? അത് മനസ്സിലാക്ക്. രാജേന്ദ്ര സാർ, നോ, ഡോണ്ട് ഡിസ്റ്റർബ് മീ. അതിവിടെ പറഞ്ഞ ആരാ ഇതൊക്കെ? അതും ഇവിടെ പറഞ്ഞ അമ്മാവ. അമ്മാവനിരിക്കെ, ഞാനിതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഇവിടെ എന്റെ അമ്മാവനും അമ്മാവും വന്നിരിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്ക്. 5 ദിവസമല്ല, കോൾ മീ ആഫ്റ്റർ 5 minutes, ഓക്കെ? എന്താ, എന്നെ തല്ലാൻ വന്നാണോ? മാനേജർ സാർ, ആ ജപ്പാൻകാരോട് അങ്ങനെ പറയണ്ടായിരുന്നു. അത് പറയാൻ താനാരാണോ? യു ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഔട്ട് 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 ഔട്ട്. സോറി, വല്ലാത്ത തിരക്ക് പിടിച്ച സമയത്താണല്ലോ അമ്മായി നിങ്ങൾ വന്നത്. 5 മിനിറ്റിനകം അവൻ ഈജിപ്തിൽ നിന്ന് പിന്നെയും വിളിക്കും. ദേ, ഇപ്പൊ എന്ത് പറയുന്നു? ഞാനെന്തു പറയാനാ? MD. ഇതെന്റെ അമ്മാവനും അമ്മാവിയാണ് സർ. നമസ്കാരം. ഓ, നമ്മുടെ മറ്റേതല്ല, ഇത് സ്വന്തം അമ്മാവനും അമ്മാവിയും തന്നെ. അതെ, അത് തന്നെ ഞാനും ഉദ്ദേശിച്ചത്. പിന്നെ ഞാനാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ. നിങ്ങളെയൊക്കെ ഒരു നോക്ക് കാണാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇവർക്കെന്താ ചായ വാങ്ങിച്ചു കൊടുത്തില്ലേ? ഇന്നിവിടെ ഒരു പ്യൂണിന്റെ കുറവുണ്ട്. അത് സാരമില്ല. അല്ലെങ്കിൽ വേണ്ട, ഉച്ചയായില്ലേ, നമുക്കൊരു ഊണ് തന്നെ ആയിക്കളയാം. നമുക്ക് വേണ്ടപ്പെട്ടവരാകുമ്പോ സ്റ്റാർ ഹോട്ടലിൽ തന്നെ ആയിക്കോട്ടെ. ഹലോ, ഹോട്ടൽ ഇന്റർനാഷണൽ. കഴിച്ചിട്ടില്ല, ഒരിക്കലും കഴിച്ചിട്ടില്ല. ഇത്രയും നല്ല മദ്യം കഴിച്ചിട്ടില്ല. ഇത് വെറും ഒരു തുടക്കം മാത്രം. ഞാൻ അമ്മാവന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പൊ കൊണ്ടുവരാം ബൊക്കാടി. എന്താടി? മെക്സിക്കൻ റം ബൊക്കാടി. ഓ, മോളെങ്ങനെ കുടിക്കോ? അയ്യോ, മദ്യം എന്ന് കേട്ടാ അവൾക്ക് കലി വരും. അയ്യോ, നോക്ക് പിന്നെ എന്തിനോടാ കൂടുതൽ ഇഷ്ടം? അവൾക്ക് കപ്പയും മീൻകറി ഇടും. എങ്കിൽ ഞാൻ വരുമ്പോ കൊണ്ടുവരാം. കപ്പയും മീൻകറിയും കൂട്ടത്തിൽ മീൻ പൊരിച്ചും കൂടെ ആയിക്കോട്ടെ. അതും കൊണ്ടുവരാം. മോള് നല്ല വെളുപ്പാണോ? അയ്യോ, വെളുപ്പാണെന്ന് ചോദിച്ചാൽ നല്ല വെളുത്ത് വെളുത്ത് അസ്പ്രസിനെ പോലെ ഇരിക്കും. അപ്സരസിനെ സാറ് കണ്ടിട്ടില്ല. പക്ഷെ ഊഹിക്കാൻ പറ്റുന്നുണ്ട്. ഹൈറ്റ് എങ്ങനെ? ഉയരം ഈ തെങ്ങ് കണ്ടുണ്ടോ? തെങ്ങ് വലിയൊരു തെങ്ങിന്റെ അത്രയും വരും. ഫിറ്റാ. ഒരു ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു. അല്ലേ കുട്ടൻ? എന്റെയോ? അല്ലല്ല, കുട്ടിയുടെ. നേരിട്ട് കാണാലോ സാർ. പിന്നെ അതെ, എന്നാലും അമ്മ കുടിക്കൂ. കുടിക്കും, ഞാൻ കുടിക്കും. കുടിക്കൂ. കേട്ടോ അമ്മായി, വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ ഇതുപോലുള്ള ടൈ കെട്ടാൻ പാടുള്ളൂ. അപ്പൊ കുട്ടനെ കണ്ടില്ലേ, അവനിതില്ല. ഞാൻ നിന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇതിങ്ങനെ കഴുത്തിലിട്ട് മുറുക്കിയ ശ്വാസം മുട്ടത്തില്ലേ കുഞ്ഞേ? ശ്വാസം വിടുന്നത് മൂക്കിലൂടെ അല്ലേ, അതിന് കുഴപ്പം വരില്ല. എനിക്ക് ഇപ്പൊ ബിരിയാണി വേണം. ബിരിയാണി എവിടെ? ഇങ്ങനെ മാറ്റിക്കുന്നു തോന്നുന്നു. കുറച്ച് നാറിക്കോട്ടെ. ബിരിയാണി ഉണ്ടോ? പഴയ എഞ്ചിനല്ലേ, മൂപ്പര് ഒരു 9 എണ്ണം ക്ലീൻ ആയിട്ട് കീറി. എവിടാ ബിരിയാണി? അതെ, നമുക്ക് തെറ്റി. അല്ല, എനിക്ക് തെറ്റി. എന്നോട് ക്ഷമിക്കുക രാജേന്ദ്ര. ഞാൻ ലോകം കണ്ടത് നിന്ന. നീ ഒരു മാനേജറല്ല, ദൈവത്തിന്റെ മാനേജരാ. സാറാണെന്റെ ദൈവം. അയ്യോ, ഡൗൺ ഫുൾ എഫക്ട്.